Now we'll look into sleep. So here we'll be studying about the different stages of sleep and what are the different activities that take place in brain during sleep, how it is controlled, etc. So speaking about sleep, it is divided into different stages. So there are different stages of sleep, that is non-rapid eye movement as well as rapid eye movement stage. So രണ്ട് സ്റ്റേജസ് ആണുള്ളത്, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് ആസ് വെൽ as റാപ്പിഡ് ഐ മൂവ്മെന്റ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റിൽ ഐസിന്റെ മൂവ്മെന്റ് അത്രയ്ക്ക് റാപ്പിഡ് ആയിരിക്കില്ല, ബട്ട് ദർ വിൽ ബി സ്ലോ rolling eye movements. And in rapid eye movement stage, our eyeballs will move rapidly in a horizontal left right manner. ഇനി നോൺ റെമ്മിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4. ഇതിൽ തന്നെ സ്റ്റേജ് 3നെയും 4നെയും കൂടെ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്നതാണ് സ്ലോ വേവ് സ്ലീപ്പ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്, ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി നമ്മൾ EEG വെച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ബ്രെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഏത് തരം വേവ്സ് ആണ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ലീപ്പ് പഠിക്കണമെങ്കിൽ നമ്മൾ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ആയിരുന്നു എന്താ, ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക്. സോ നമ്മൾ ഈ പിക്ചർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ EEG അണ്ടർഗോ ചെയ്യാണ്, അയാൾ ഉറങ്ങാണ്. സോ ഈ ഹാൻസ് ബർജർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് EEG എന്ന് പറയുന്ന ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. സോ ബർജർ ആൻഡ് ഓസ്വാൾഡ്, രണ്ട് സയൻറ്റിസ്റ്റുകൾ ഡിസ്കവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ഇസ് ഓൾസോ എ ലോസ് ഓഫ് ഇലക്ട്രോമയോഗ്രാഫിക് ആക്ടിവിറ്റി ഇൻ ദ നെക്ക് മസിൽ ഡ്യൂറിങ് സം സ്ലീപ്പ് പീരിയഡ്സ്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് അവർ നെക്കിൻ്റെ മസിൽ വളരെ റിലാക്സ്ഡ് ആയി മാറുന്നു എന്നൊക്കെ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ബോഡിയിൽ പല ചേഞ്ചസ്, ഐസ് മൂവ് ചെയ്യുന്നതായിട്ടും കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് സ്ലീപ്പിനെ 2 സ്റ്റേജസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഐസ് മൂവ് ചെയ്യുന്ന സ്റ്റേജും മൂവ് ചെയ്യാത്ത സ്റ്റേജും. അപ്പം ഈ എങ്ങനെയൊക്കെ മൂവ് ചെയ്യുക, അതിൻ്റെ പാറ്റേൺ എന്താണ്, എത്ര നേരം നീണ്ടു നിൽക്കും എന്നൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞു മസിലിൻ്റെ ആക്ടിവിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും മോണിറ്റർ ചെയ്യണം, പ്ലസ് ഐ മൂവ്മെൻറ്റ്സും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇലക്ട്രോ എൻസെഫലോഗ്രഫി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഐസ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ ആ ഐബോൾസിൻ്റെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇലക്ട്രോ ഒക്കിലോഗ്രഫി. അപ്പോൾ ഇലക്ട്രോ ഒക്കിലോഗ്രഫി യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇലക്ട്രോ ഒക്കിലോഗ്രാം, ദാറ്റ് ഇസ് EOG. ഇനി അതുപോലെ തന്നെ പറഞ്ഞു നെക്കിൻ്റെ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു. നെക്കിൻ്റെ മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തെയും മസിൽസ് റിലാക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സ്ലീപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മസിൽ ടോണിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടെ ഉപയോഗിക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ഇലക്ട്രോമയോഗ്രാം. ഇലക്ട്രോമയോഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇലക്ട്രോമയോഗ്രാം, ദാറ്റ് ഇസ് EMG. സോ ബേസിക്കലി a combination of these 3 instruments are used, that is EEG, EOG and EMG. They are together used for monitoring sleep or studying sleep. അപ്പോൾ ഈ 3 ഇൻസ്ട്രുമെൻസിൻ്റെയും കോമ്പിനേഷനെയാണ് വിളിക്കുന്നത് പോളിസോണോഗ്രാഫ്. Okay, so polysonograph is nothing but the combination of EEG, EOG and EMG. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീപ്പിനെ പഠിക്കുന്നത്. സ്ലീപ്പിൻ്റെ സമയത്ത് എന്തൊക്കെ നടക്കുന്നു, ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് ഏത് തരത്തിലായിരിക്കും, ഐസിൻ്റെ മൂവ്മെൻറ്റ് ഏത് തരത്തിലായിരിക്കും, അതുപോലെ നമ്മുടെ ബോഡിയുടെ മസിൽ ടോൺ എങ്ങനെ വേരി ചെയ്യുന്നു എന്നൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോളിസോണോഗ്രാഫ്. ദാറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് ദീസ് 3 ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഉറങ്ങാൻ റെഡി ആവുന്ന ഒരാളുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അയാളുടെ EEG വിൽ ഷോ ആൽഫ വേവ്സ്, waxing and waning burst of 8 to 12 Hz EEG waves begin to punctuate the low voltage high frequency waves of alert wakefulness. അപ്പോൾ ഈ ഉറക്കത്തിലേക്ക് ജസ്റ്റ് പോകാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ആദ്യം അവേക്ക് ആയിരിക്കുമല്ലോ, പിന്നെ അയാൾ കണ്ണുകൾ അടച്ച് പതുക്കെ ഉറങ്ങാനായിട്ട് കിടക്കുന്നു. അപ്പോൾ അയാളുടെ അലേർട്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ, അല്ലേ, അയാൾ ഉറക്കത്തിലേക്ക് പോയിട്ടില്ല, അയാൾ ഇപ്പോഴും അലേർട്ടാണ്. അപ്പോൾ
അങ്ങനത്തെ ഒരാളുടെ അലേർട്ട് വേക്ക്ഫുൾനെസ്സിലുള്ള ഒരാളുടെ ബ്രെയിൻ വേവ് പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ പതുക്കെ അയാൾ ഉറക്കത്തിലേക്ക് പോകും തോറും എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ അയാളുടെ ഈ പറയുന്ന നോർമൽ അലേർട്ട് വേക്ക്ഫുൾനെസ് ആ ഒരു വേവ് പാറ്റേണിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ആൽഫ വേവ്സ് വരാനായിട്ട് തുടങ്ങും. ദാ ഇത്രയും ആൽഫ വേവിന്റെ സെഗ്മെന്റ് ആണ്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെയാ ഇരിക്കുന്നത് അല്ലേ. അലേർട്ട് വേക്ക്ഫുൾനെസ്സിന്റെ പാറ്റേണിന്റെ ഇടയ്ക്ക് ചെറിയ സ്ഥലങ്ങളിലായിട്ട് അവിടെയായിട്ട് 8 to 12 ഹെർട്സ് frequency ഉള്ള ആൽഫ വേവ്സിന്റെ ചെറിയ പോർഷൻസ് they begin to appear as the person start to fall into sleep. അപ്പോൾ ഇവിടെ കാണാം ഇത് അതുകൊണ്ടാണ് അതിന് punctuated എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി ആൽഫ വേവ് അല്ല, റെഗുലർ ആയിട്ടുള്ള അലേർട്ട് വേക്ക്ഫുൾനെസ്സിന്റെ ഇടയിലൂടെ ചില സ്ഥലങ്ങളിൽ മാത്രം ആൽഫ വേവ്സിന്റെ ഒരു പോർഷൻ ഉണ്ടാവും. അതാണ് പങ്ക്ച്വേറ്റഡ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞത്. ആൻഡ് ഇവിടെ വരുന്ന ആൽഫ വേവിന്റെ ഫ്രീക്വൻസി 8 to 12 ഹെർട്സ് ആണ്. ഓക്കെ. ഇനി ഈ പേഴ്സൺ പതുക്കെ ഉറക്കത്തിലേക്ക് ഫോൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ഒരു എന്താ പറയുക, ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം അലേർട്ട് വേക്ക്ഫുൾനെസ് ടു സ്റ്റേജ് 1 സ്ലീപ്പ്. സ്റ്റേജ് 1 സ്ലീപ്പിലേക്കാണ് അയാൾ ആദ്യമായിട്ട് പോകുന്നത്. സ്റ്റേജ് 1 എന്തിൻ്റെയാണ്? നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സ്റ്റേജ് 1ലേക്കാണ് അയാൾ പതുക്കെ ട്രാൻസിഷൻ ചെയ്ത് പോകുന്നത്. ഇനി വേക്ക്ഫുൾനെസ്സിലും അതുപോലെ തന്നെ സ്റ്റേജ് 1 സ്ലീപ്പിലും നമ്മുടെ ബ്രെയിനിന്റെ കോർട്ടെക്സ് സബ്സ്റ്റാൻഷ്യൽ ആക്ടിവിറ്റി കാണിച്ചു, ഒരു മിനിമൽ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വേക്ക്ഫുൾ ആയിരിക്കുമ്പോൾ കോർട്ടെക്സ് ആക്റ്റീവ് ആയിരിക്കുമല്ലോ. പക്ഷേ ആ കോർട്ടിക്കൽ ന്യൂറോൺസിന്റെ ആക്ടിവിറ്റി എല്ലാം ഡീസിൻക്രണൈസ്ഡ് ആണ്. കാരണം നമുക്കറിയാം കോർട്ടെക്സ് കുറേ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. കോർട്ടെക്സിന് ഇന്റലക്റ്റ് ഉണ്ട്, അതുപോലെ മെമ്മറി, പിന്നെ ഓർമ്മ എടുക്കുക, അത് തിങ്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കോർട്ടെക്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചില റീജിയൻസിലെ ന്യൂറോൺസ് ആക്റ്റീവ് ആയിരിക്കും, ചില ന്യൂറോൺസ് ഒന്നും ചെയ്യാതെ ഇരിക്കുകയായിരിക്കും, ഒരു സബ്സ്റ്റാൻഷ്യൽ ആക്ടിവിറ്റി മാത്രമായിരിക്കും ചെയ്യുന്നുള്ളൂ, ചിലത് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഉദ്ദേശിച്ചുള്ളൂ, കോർട്ടെക്സിലെ ന്യൂറോൺസ് എല്ലാം അവരുടെ എല്ലാ ആക്ടിവിറ്റി ദേ ആർ ഡീസിൻക്രണൈസ്ഡ് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പോൾ അവരെല്ലാം ഒരേ ട്യൂണിലല്ല വർക്ക് ചെയ്യുന്നത്. ചില സ്ഥലത്ത് ആക്ടിവിറ്റി അത്രയ്ക്കില്ല, ചില സ്ഥലത്ത് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആവുമ്പം EEGയിൽ കാണാൻ പറ്റുന്നത് ദ EEG ഈസ് ഫുൾ ഓഫ് ഷോർട്ട് റാപ്പിഡ് ആൻഡ് ചോപ്പി വേവ്സ്. ചെറിയ പെട്ടെന്ന് ഉണ്ടാവുന്ന വേവ്സിനെയാണ് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സ്ലീപ്പിലേക്ക് പോകുന്നതിന് മുന്നും അതുപോലെ തന്നെ സ്റ്റേജ് 1 നോൺ REM സ്ലീപ്പിന്റെ അവിടെ എത്തുമ്പോഴും ഇതുപോലത്തെ വേവ്സ് ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് വേവ് പാറ്റേണിൽ കാണുന്നത്, EEGയിൽ കാണുന്നത്. ഇനി നമുക്ക് നോൺ REM സ്ലീപ്പിന്റെ സ്റ്റേജ് 1ലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കാന്ന് നോക്കാം. അപ്പം ഷോർട്ട് പീരിയഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ സ്റ്റേജ് 1 നോൺ REM സ്ലീപ്പ് എന്ന് പറയുന്നത്. അതൊരു സെവറൽ മിനിറ്റ്സിലേക്കൊക്കെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതൊരു ലൈറ്റ് സ്ലീപ്പാണ്, അധികം പെട്ടെന്ന് ഒരു ഗാഢമായ നിദ്രയൊന്നുമല്ല, ഒരു ലൈറ്റ് സ്ലീപ്പാണ്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്കൊന്നും പോകാറായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഐ മൂവ്മെന്റ്സ് അതെല്ലാം സ്ലോ ഡൗൺ ചെയ്യും, നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യും. ആൻഡ് ഓൾസോ മസിൽസിൽ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ട്വിച്ചസ് എന്താണ് ഞാൻ പറഞ്ഞു, ചെറിയ കോൺട്രാക്ഷൻസ് ഉണ്ടാവും, ഒക്കേഷണലി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ sleep has just begun and the EEG is dominated by irregular jagged ലോ വോൾട്ടേജ് വേവ്സ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ലോ വോൾട്ടേജ് ആയിട്ടുള്ള വേവ്സ് ആണ്, അതും ഇറഗുലർ ആണ്. ഇവിടെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നു, ഇതുപോലെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആവുന്നു, വീണ്ടും ഒരു കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. ആൻഡ് അത് ഇറഗുലർ ആണ്. ആൻഡ് ഓൾസോ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കുറവാണ്. ലൈക്ക് റിലാക്സ്ഡ് വേക്ക്ഫുൾനെസ്, നമ്മൾ ആ ഉറങ്ങാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അത്രയും ബ്രെയിൻ ആക്ടിവിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ കമ്പയർഡ് ടു ദി അതർ deeper sleep stages, the activity during stage 1 is high. ഓക്കെ. ബാക്കിയുള്ള സ്ലീപ്പ് സ്റ്റേജിനെക്കാട്ടിലും ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഈ സ്റ്റേജിൽ കൂടുതലാണ്. പക്ഷെ ഉറക്കത്തിന് മുൻപേ ഉണ്ടായിരുന്ന ഒരു ആക്റ്റീവ് ഫേസിൽ ഉണ്ടായിരുന്ന ബ്രെയിൻ ആക്ടിവിറ്റിയെക്കാളും കുറവാണ് ഇപ്പോഴത്തെ ബ്രെയിൻ ആക്ടിവിറ്റി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡീപ്പർ സ്ലീപ്പിലേക്ക്, അതായത് സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഡീപ്പർ സ്ലീപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഫേസ് ആണ് സ്റ്റേജ് 2 നോൺ REM സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴും ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും സ്ലോ ആവുന്നു, അതുപോലെ മസിൽസ് ആദ്യത്തെ സ്റ്റേജിൽ റിലാക്സ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ റിലാക്സ് ചെയ്ത് വരികയാണ് ചെയ്യുക. ദ ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്സ് ആൻഡ് ഐ മൂവ്മെന്റ്സ് ഓൾസോ stop. So the brain activity shows
but is a marked brief burst of electrical activity. അതായത് ബ്രീഫായിട്ട് വളരെ ലോ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നു, ഇടയ്ക്ക് ബ്രീഫായിട്ട് ഇലക്ട്രിക്കൽ ബേസ്റ്റുകൾ ഉണ്ടാവുന്നതായിട്ടാണ് നമ്മുടെ EEG പാറ്റേൺ. സ്റ്റേജ് 2 നോൺ REM സ്ലീപ്പിൽ നിൽക്കുന്ന ഒരാളുടെ EEG പാറ്റേൺ എടുത്ത് നോക്കിയാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള വേവ്സ് ആയിരിക്കും കൂടുതൽ കാണുന്നത്, ബട്ട് ദർ ആർ സർട്ടൻ ബേസ്റ്റ് ഓഫ് വേവ്സ്. ഇനി ഈ സ്റ്റേജ് 2 EEGയിൽ ഹയർ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള വേവ്സും അതുപോലെ ലോവർ ഫ്രീക്വൻസി വേവ്സും ആയിരിക്കും. സ്റ്റേജ് 1നേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആംപ്ലിറ്റ്യൂഡ് ഉള്ള വേവ്സും അതുപോലെ ലോവർ ഫ്രീക്വൻസി ഉള്ള വേവ്സും ആയിരിക്കും സ്റ്റേജ് 2ൽ കാണുന്നത്. ഇനി സ്റ്റേജ് 2 സ്ലീപ്പിന്റെ EEG എടുത്തു നോക്കിയാൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫോർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് K കോംപ്ലക്സ് ആൻഡ് ദ സെക്കൻഡ് ഇസ് സ്ലീപ്പ് സ്പിൻഡിൽസ്. അപ്പോൾ ഈ രണ്ട് ഫോർമേഷൻസ്, വേവിന്റെ ഫോർമേഷൻസിന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് K കോംപ്ലക്സ്, രണ്ടാണ് സ്ലീപ്പ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സ്ലീപ്പ് സ്പിൻഡിലും ഇതാണ് K കോംപ്ലക്സ്. ഇത് സ്റ്റേജ് 2 നോൺ REMൽ ഉള്ള ഒരാളുടെ EEG പാറ്റേൺ ആണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പ് സ്പിൻഡിലും K കോംപ്ലക്സും കാണാം. ഇനി ഓരോന്നും എന്തുകൊണ്ടാണ് റിസൾട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് സ്ലീപ്പ് സ്പിൻഡിൽ? സ്ലീപ്പ് സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസ്റ്റ് ഓഫ് 12 to 14 ഹെർട്സ് വേവ്സ് ഫോർ അറ്റ്ലീസ്റ്റ് ഹാഫ് എ സെക്കൻഡ്. ഒരു ഹാഫ് എ സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ സ്ലീപ്പ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ആ വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 to 14 ഹെർട്സ് ആണ്. അപ്പോൾ കുറേ വേവ് പീക്സിന്റെ ഒരു കോമ്പിനേഷൻ, സ്പിൻഡിൽ ചെയ്ത് നിൽക്കുക, ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് ഈ സ്ലീപ്പ് സ്പിൻഡിലായിട്ട് കാണുന്നത്. ഇനി ഇതൊരു ഹാഫ് സെക്കൻഡോളേ നീണ്ടു നിൽക്കുന്നുള്ളൂ. ഇനി എന്ത് കാരണമാണ് ഈ സ്ലീപ്പ് സ്പിൻഡിൽ റിസൾട്ട് ചെയ്യുന്നത്? സ്ലീപ്പ് സ്പിൻഡിൽ റിസൾട്ട് ഫ്രം ഓസിലേറ്റിംഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സെൽസ് ഇൻ തലാമസ് ആൻഡ് കോർട്ടെക്സ്. തലാമസിലെയും അതുപോലെ ഹയർ റീജിയൻ ആയ കോർട്ടെക്സിലെയും സെൽസ് തമ്മിലുള്ള ഓസിലേറ്റിംഗ് ഇൻട്രാക്ഷൻസ് ആണ് എന്തിൽ റിസൾട്ട് ചെയ്യുന്നത്? സ്ലീപ്പ് സ്പിൻഡിലിൽ റിസൾട്ട് ചെയ്യുന്നത്. സോ പിന്നെ സ്ലീപ്പ് സ്പിൻഡിലിന്റെ ഒരു പ്രത്യേകത, ഒരാളുടെ സ്റ്റേജ് 2 നോൺ REM സ്ലീപ്പ് സ്പിൻഡിൽസിന്റെ നമ്പർ എടുത്തു നോക്കിയാൽ അത് ഇറ്റ് ഹാസ് സം കോറിലേഷൻ വിത്ത് ന്യൂ ലേണിംഗ്. അതായത് ഒരാൾ ഒരു പുതിയ കാര്യം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അയാളുടെ ഉറക്കത്തിലെ സ്ലീപ്പ് സ്പിൻഡിൽ, സ്റ്റേജ് 2ലെ സ്ലീപ്പ് സ്പിൻഡിലിന്റെ നമ്പർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് സ്പിൻഡിൽ റെപ്രസെന്റ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി. കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ഒരു കോറിലേഷൻ സ്ലീപ്പ് സ്പിൻഡിലിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം വാട്ട് യു മീൻ ബൈ കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി? സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ലൈക്ക് ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇന്ന് പുതിയതായിട്ട് പോകുന്നു, അവിടെ വെച്ച് നമ്മൾ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ ഇടയാവുന്നു. അപ്പോൾ അയാളുടെ പേര്, വിവരങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു പുതിയതായിട്ട് കിട്ടിയ ഒരു അറിവാണ്. ഓക്കെ, സോ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് റെലവെന്റ് ടു അസ്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നമുക്ക് റെലവെന്റ് അല്ല, അപ്പോൾ അയാളെ കുറിച്ച് കിട്ടിയ വിവരങ്ങളൊന്നും നമുക്ക് റെലവെന്റ് അല്ല, ആ ഇൻഫർമേഷൻ കൂടിപ്പോയി ഇന്ന് ആ ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ നമുക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ആൻഡ് ഇഫ് ദ ഇൻഫർമേഷൻ ഇസ് നോട്ട് റെലവെന്റ്, നമ്മളുടെ ബ്രെയിൻ ആ മെമ്മറി സൂക്ഷിച്ചു വെക്കില്ല. ഓക്കെ, അപ്പം ഷോർട്ട് ടേം മെമ്മറി ആയിരുന്നതിനെ ലോങ് ടേം മെമ്മറി ആക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി എന്ന് വിളിക്കുന്നത്. പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി ഇൻടു ലോങ് ടേം മെമ്മറീസ് നോൺ ആസ് കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി. അത് നടക്കുന്നത് രാത്രിയിലാണ്. ഓക്കെ, കൺസോൾട്ടേഷൻ നടക്കുന്നത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, റെലവെന്റ് ആയിട്ടുള്ള പുതിയ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരിക്കുന്ന ഇൻഫർമേഷനെ റെലവെന്റ് ആണെങ്കിൽ മാത്രം അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി നടക്കുന്നത് ഇപ്പോൾ പുതിയൊരു കാര്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചും എന്ത് തന്നെയാണ്, ന്യൂ ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. കൺസോൾട്ടേഷൻ അപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ആ ആളെ സംബന്ധിച്ച് അയാളുടെ ആ ദിവസത്തെ സ്റ്റേജ് 2 നോൺ REM സ്ലീപ്പിന്റെ EEG എടുത്തു നോക്കിയാൽ സ്ലീപ്പ് സ്പിൻഡിലിലെ ഒക്കുറൻസ് കൂടുതലായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ആൻഡ് മോസ്റ്റ് പീപ്പിൾ ആർ ഫെയർലി കൺസിസ്റ്റന്റ് ഇൻ ദെയർ എമൗണ്ട് ഓഫ് സ്പിൻഡിൽ ആക്ടിവിറ്റി ഫ്രം വൺ നൈറ്റ് ടു അനദർ. അപ്പം സ്ഥിരമായിട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ സ്ലീപ്പ് സ്പിൻഡിൽ സാധാരണഗതിയിൽ കൂടുതലായിരിക്കും. ആ കൂടുതലുള്ളത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും കുറേ നാളുകളിലേക്ക്. ആൻഡ് ഇവിടെ പറയുന്നത് സ്പിൻഡിൽ കൗണ്ട് കോറിലേറ്റ് മോർ ദാൻ 0.7 വിത്ത് നോൺ വെർബൽ ടെസ്റ്റ് ഓഫ് IQ എന്നാണ് പറയുന്നത്. അതായത് IQ ടെസ്റ്റിന്റെ നോൺ വെർബൽ ടെസ്റ്റിലെ 0.7നേക്കാളും കൂടുതൽ കിട്ടുന്നവരുടെ സ്ലീപ്പ് സ്പിൻഡിൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ദർ ഇസ് എ കോറിലേഷൻ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ IQ ടെസ്റ്റ്, നോൺ വെർബൽ IQ ടെസ്റ്റ് ആൻഡ് ദ നമ്പർ ഓഫ് സ്ലീപ്പ് സ്പിൻഡിൽ ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സ്റ്റേജ് 2 നോൺ REM സ്ലീപ്പ് എന്നാണ് പറയുന്നത്.
ഇനി മറ്റൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ മറ്റൊരു വേവ് പാറ്റേൺ ആണ് കെ കോംപ്ലക്സ്. എന്താണ് കെ കോംപ്ലക്സ്? കെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷാർപ്പ് വേവ് അസോസിയേറ്റഡ് വിത്ത് ടെമ്പററി ഇൻഹിബിഷൻ ഓഫ് ന്യൂറോണൽ ഫയറിംഗ്. അപ്പോൾ കെ കോംപ്ലക്സ് നമുക്കറിയാം അതൊരു ഷാർപ്പ് വേവ് ആണ്. 2-3 വേവ്സിന്റെ ഒരു കളക്ഷൻ ആണ് കെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെ കോംപ്ലക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കെ കോംപ്ലക്സ് ഉണ്ടാകുന്നത് when there is a temporary stoppage of neuronal firing. ന്യൂറോണൽ ഫയറിംഗ് കുറച്ചൊരു ടെമ്പററി ഒരു ഇൻസ്റ്റന്റിലേക്ക് ന്യൂറോണൽ ഫയറിംഗ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് കാണിക്കുന്ന പാറ്റേൺ ആണ് ഈ കെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലീപ്പ് സ്പിൻഡിലും കെ കോംപ്ലക്സും ദേ ആർ the distinguishing feature of the stage 2 non-REM sleep. Okay, സ്ലീപ്പ് സ്പിൻഡിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, കെ കോംപ്ലക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടു. ഇനി സ്റ്റേജ് 3 ആൻഡ് 4ലേക്ക് പോകാം. നമ്മൾ സ്റ്റേജ് 1 കഴിഞ്ഞു, സ്റ്റേജ് 2 കഴിഞ്ഞു, ആൻഡ് ദ റിമൈനിങ് സ്റ്റേജസ് ആർ 3 ആൻഡ് 4. അപ്പോൾ സ്റ്റേജ് 3നെ 4നെ ഞാൻ പറഞ്ഞു കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് സ്ലോ വേവ് സ്ലീപ്പ്. ഇതൊരു ഡീപ്പ് സ്ലീപ്പ് ആയിട്ടില്ല, പക്ഷെ ഒരു മോഡറേറ്റ് ഡീപ്പ് സ്ലീപ്പ് ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ 3നെയും 4നെയും കളക്റ്റീവായിട്ട് സ്ലോ വേവ് സ്ലീപ്പ് SWS എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റും ബ്രീത്തിങ് റേറ്റും ഒക്കെ ആയിരിക്കും, അതുപോലെ ബ്രെയിൻ ആക്ടിവിറ്റിയും കുറവായിരിക്കും. ഇനി പേര് വരാൻ കാരണം ഈ 3 ആൻഡ് 4 സ്റ്റേജസിൽ കൂടുതലായിട്ടും സ്ലോ ആയിട്ടുള്ള ഡെൽറ്റ വേവ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിന് സ്ലോ വേവ് സ്ലീപ്പ് എന്ന് പറയാൻ കാരണം. ബിക്കോസ് നമ്മൾ EEG പാറ്റേൺസ് പഠിച്ചതാണ്, അതിൽ ഡെൽറ്റ വേവ്സ് ആണ് ഏറ്റവും സ്ലോ വേവ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡ്യൂറിങ് സ്ലോ വേവ് സ്ലീപ്പ് ഇൻപുട്ട് ടു ദ സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ഗ്രേറ്റ്ലി ഇൻഹിബിറ്റഡ് ആൻഡ് മോസ്റ്റ് സെൽസ് സിൻക്രണൈസ് വിത്ത് ദർ ആക്ടിവിറ്റി. അപ്പം ആദ്യം പറഞ്ഞു ഉറങ്ങുന്നതിന് മുന്നേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവേക്ക് ആയിരിക്കും. അപ്പോഴെന്താണ് നമ്മുടെ സെറിബ്രൽ ആക്ടിവിറ്റി, കോർട്ടിക്കൽ സെൽസിന്റെ ആക്ടിവിറ്റി ഡീസിൻക്രണൈസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആസ് വി പ്രോഗ്രസ് ത്രൂ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് non-REM and reach stage 3 and 4, what happens is the cortical cells or the cells in the cortex start to work in synchrony with each other. ഒരേ മാതിരി ആയിരിക്കും അവരുടെ ഫയറിങ്ങും. അപ്പോൾ they are said to be synchronized with each other. ഓക്കെ, ഇനി അപ്പോൾ ഇത്രേ ഉള്ളൂ നോൺ റെം സ്ലീപ്പ് സ്റ്റേജസ് എന്ന് പറയുന്നത് സ്റ്റേജ് 1, 2, 3 ആൻഡ് 4. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓർക്കുക, സ്ലീപ്പ് സ്പിൻഡിൽ ആൻഡ് കെ കോംപ്ലക്സ്. നൗ വിൽ മൂവ് ഓൺ ടു റെം. സോ അതിന് മുന്നേ ഇതാണ് സ്റ്റേജ് 3യുടെയും 4ൻ്റെയും പാറ്റേൺ. ഇവിടെ നോക്കുക, കുറച്ചൊക്കെ ഇറഗുലാരിറ്റി ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക, അപ്പോൾ അതൊക്കെ സ്ലോ വേവ്സ് വരാനായിട്ട് തുടങ്ങും. സ്റ്റേജ് 4 എടുത്ത് നോക്കിയാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഡെൽറ്റ വേവ്സിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേജ് 4നെയും 3നെയും കൂടെ കളക്റ്റീവായിട്ട് സ്ലോ വേവ് സ്ലീപ്പ് എന്ന് വിളിക്കാം. Changes during non-REM sleep, and speaking of changes, we'll be dealing with two different types of changes. That is, one is physiological changes and next is the behavioral changes. Let's look into the physiological changes first. അപ്പോൾ എന്തൊക്കെ physiological changes ആണ്? ഒന്ന്, muscle tone decreases progressively as we move from light sleep to deeper sleep. Our muscle tone reduces or decreases progressively. അതായത് മസിൽ ഇങ്ങനെ അഴഞ്ഞഴഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. Then heart rate and blood pressure decrease ചെയ്യുന്നു, ബോഡി മെറ്റബോളിസം ലോവർ ചെയ്യുന്നു, റെസ്പിറേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ഐസിന്റെ കാര്യം, ഐസ് ആദ്യമേ മുതൽ, അതായത് അവയൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം മുതൽ ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2, 3 ഒക്കെ വരെ ജെന്റിൽ റോളിംഗ് മൂവ്മെന്റ് ആണ് ഐസ് കാണിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേജ് 4ൽ എത്തുമ്പോഴത്തേനും ആ റോളിംഗ് മൂവ്മെന്റ് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുകയും ഐസ് അപ്വേർഡ് ഡയറക്ഷനിൽ സ്റ്റില്ലായിട്ട് നിൽക്കുകയും ചെയ്യും. ആൻഡ് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടല്ലോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗോണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇങ്ങനെ പൾസേറ്റിംഗ് ആയിട്ട് വളരെ റിഥമിക് ആയിട്ട് റിലീസ് ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. അടുത്ത സെറ്റ് ഓഫ് ചേഞ്ചസ് ബിഹേവിയറൽ ആണ്. ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് റിഡക്ഷൻ ഇൻ കോൺഷ്യസ്നസ്. നമുക്കറിയാം നമ്മുടെ കോൺഷ്യസ്നസ് പതുക്കെ ലോസായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിലേക്ക് പോകുന്തോറും. ദെൻ ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു ബീങ് അവേക്കൻഡ്. നമ്മളെ വിളിച്ചുണർത്താനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സ്റ്റേജ് 1, 2 എന്നൊക്കെ പറയുന്ന ലൈറ്റ് സ്ലീപ്പ് ആണെന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ
സ്റ്റേജ് 3, 4 അതുപോലത്തെ ഡീപ്പ് സ്ലീപ്പിൽ നിൽക്കുന്ന ഒരാളേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിളിച്ചുണർത്താനായിട്ട് പറ്റും. സോ ഡീപ്പർ സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ആളെ വിളിച്ചെണീപ്പിക്കുന്നതിലും ഈസി ആയിരിക്കും ലൈറ്റ് സ്ലീപ്പിലുള്ള ഒരാളെ വിളിച്ചെണീപ്പിക്കാനായിട്ട്. ഇനി മറ്റൊരു ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യങ് അഡൾട്ടിനെ ഓൾഡർ അഡൾട്ടിനെ വിളിച്ചെണീപ്പിക്കുന്നതിലും ഡിഫിക്കൽട്ട് ആയിരിക്കും വിളിച്ചെണീപ്പിക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൽഡർലി പേഴ്സൺ വളരെ ചെറിയ സമയമേ ഡീപ്പർ സ്ലീപ്പില് ചെലവഴിക്കുന്നുള്ളൂ. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് നമുക്ക് പഠിക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് നോക്കാം നമുക്ക്. വെൻ അവേക്കൻ പേഴ്സൺ ഡസ് നോട്ട് റിപ്പോർട്ട് ഡ്രീമിങ്. അപ്പോൾ ഈ നോൺ റെം സ്ലീപ്പില് ഒരാളെ നമ്മൾ അങ്ങനത്തെ ഒരു സ്ലീപ്പിലിരിക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ചെണീപ്പിക്കുകയാണെങ്കിൽ ഡ്രീം ഒന്നും കണ്ടതായിട്ട് അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഡ്രീം കണ്ടതൊന്നും അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഈ സ്റ്റേജിൽ. Then there is some response to meaningful stimuli even in sleep, which indicates that sensory processing continues at some level after the onset of sleep. അപ്പോൾ ഈ നോൺ റെം സ്ലീപ്പിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ചെറിയ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് എഴുന്നേൽപ്പിക്കാനായിട്ട് പറ്റും. അപ്പം മീനിങ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിമുലൈ ഇപ്പോൾ ഒരു കുട്ടി കരയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ നോൺ റെം സ്ലീപ്പിൽ ഇരിക്കുന്ന ആൾക്ക് എണീക്കാനായിട്ട് പറ്റും. മീനിങ്ഫുൾ ആയിട്ടുള്ള സ്റ്റിമുലൈക്ക് എലോങ് ആയിട്ട് അയാൾക്ക് എണീക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു മീനിങ്ഫുൾ സ്റ്റിമുലൈ ബ്രെയിനിലെത്തി പ്രോസസ്സ് ചെയ്തതിന്റെ ഫലമായിട്ടാണല്ലോ സ്ലീപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നത്. സോ അതിന്റെ അർത്ഥം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സെൻസറി പ്രോസസ്സിംഗ് കണ്ടിന്യൂസ് അറ്റ് സം ലെവൽ ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് സ്ലീപ്പ്. അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ദാറ്റ് ഇസ് REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന് വേറെയും കുറച്ച് പേരുകളുണ്ട്. ഒന്ന് ഫാസ്റ്റ് വേവ് സ്ലീപ്പ് എന്ന് വിളിക്കാറുണ്ട്, പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്ന് വിളിക്കാറുണ്ട്, ഡ്രീം സ്ലീപ്പ് എന്ന് വിളിക്കാറുണ്ട്, ഡീപ്പസ്റ്റ് സ്ലീപ്പ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പേരുകളാണ് REM സ്ലീപ്പിനുള്ളത്. അപ്പൊ ഈ REM സ്ലീപ്പിൽ EEG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇറഗുലർ ആയിട്ടുള്ള ലോ വോൾട്ടേജ് ഫാസ്റ്റ് വേവ്സിനെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് വാട്ട് ദിസ് വേവ്സ് മീൻസ് that there is a higher neuronal activity. ഹയർ ന്യൂറോണൽ ആക്ടിവിറ്റി റിസൾട്ട് ചെയ്യുന്നതാണ് ഈ ഇറഗുലർ ലോ വോൾട്ടേജ് വേവ്സിൽ. ഇനി in this regard REM sleep is light and similar to stage 1 except for the eye movements. അതായത് REM സ്ലീപ്പിന്റെ പാറ്റേണും നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റേജിലെ ഉറക്കത്തിന്റെ പാറ്റേണും സെയിം തന്നെയാണ്. പക്ഷെ ആകെയുള്ള വ്യത്യാസം REM സ്ലീപ്പിൽ എന്താണ്? റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉണ്ട്. സ്റ്റേജ് 1 അതായത് ഇനീഷ്യൽ നോൺ REM സ്ലീപ്പിന് എന്തില്ല? റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് കാണിക്കുന്നില്ല. ഇനി ബോഡിക്ക് പോസ്ചർ അതായത് ടോൺ പ്രൊവൈഡ് ചെയ്യുന്ന മസിൽസ്, അതുപോലെ തന്നെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ്, അതെല്ലാം REMന്റെ സമയമാകുമ്പോഴത്തേനും റിലാക്സ്ഡ് ആവുന്നു. ബാക്കിയുള്ള സ്റ്റേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ REMലാവുമ്പോൾ ഈ പറയുന്ന മസിൽസ് എല്ലാം വളരെയധികം റിലാക്സ്ഡ് ആവുന്നു. അതുകൊണ്ടുകൂടെ REMനെ ഡീപ് സ്ലീപ്പ് എന്നും വിളിക്കാറുണ്ട്. Then REM is also associated with erections in male and vaginal moistening in female, and heartbeat, blood pressure, breathing rate and facial twitches fluctuate during REM more than in other stages. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ REM സ്ലീപ്പിന്റെ സമയത്ത് കാണാനായിട്ട് പറ്റും. ഇനി REM സ്ലീപ്പിന്റെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ REM സ്ലീപ്പിൽ പല സ്ലീപ്സിന്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഡീപ്പ് സ്ലീപ്പിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ടോൺ റെഡ്യൂസ് ചെയ്യുന്നു, മസിൽ ടോൺ റെഡ്യൂസ് ചെയ്യുന്നു, കോൺഷ്യസ്നെസ് ഇല്ലാണ്ടാവുന്നു. അതൊക്കെ ഡീപ്പ് സ്ലീപ്പിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ ലൈറ്റ് സ്ലീപ്പിന്റെ പ്രോപ്പർട്ടിയും REMലുണ്ട്. എന്താണത്? നേരത്തെ പറഞ്ഞില്ലേ, ഇനീഷ്യൽ നോൺ REM സ്ലീപ്പിന്റെ അതേ വേവ് പാറ്റേൺസ് തന്നെയാണ് REM സ്ലീപ്പ് കാണിക്കുന്നത് എക്സെപ്റ്റ് ഫോർ ദ ഐ മൂവ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഡീപ്പ് സ്ലീപ്പിന്റെ പാറ്റേൺസ് കാണിക്കുന്നുണ്ട്, ലൈറ്റ് സ്ലീപ്പിന്റെ പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദർ ആർ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ക്ലാസിഫൈ ആസ് ഡീപ്പ് ഓർ ലൈറ്റ്. ഡീപ്പ് സ്ലീപ്പിന്റെ ആണോ ലൈറ്റ് സ്ലീപ്പിന്റെ ആണോ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സും REM കാണിക്കുന്നുണ്ട്. സോ REM സ്ലീപ്പിൽ ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ലൈറ്റ് സ്ലീപ്പിന്റെ ആട്രിബ്യൂട്ട്, ഡീപ്പ് സ്ലീപ്പിന്റെ ആട്രിബ്യൂട്ട്, ആൻഡ് ഓൾസോ ആട്രിബ്യൂട്ട്സ് ദാറ്റ് കാൺ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡീപ്പ് ഓർ ലൈറ്റ്. അപ്പം ഇത്രയൊക്കെ ആട്രിബ്യൂട്ട്സ് REM സ്ലീപ്പ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കിടക്കുമ്പോൾ മുതൽ നമ്മൾ അടുത്ത ആ ഒരു ഉറക്കം തീർന്ന് അവേക്ക് ആവുന്ന വരെ നമ്മൾ പല സ്റ്റേജസ് ഓഫ് സ്ലീപ്പിലൂടെ ട്രാൻസിഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു പല സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഉണ്ട്. അപ്പം ആ ഒരു കറക്റ്റ്
എന്താ പറയാ സ്ലീപ്പ് സ്റ്റേജ് 1 പിന്നെ സ്റ്റേജ് 2 അങ്ങനെ ഒരു കറക്റ്റ് പാറ്റേണിലൂടെയാണ് നമ്മൾ നമ്മുടെ ഉറക്കം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേജ് 1ലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. സ്റ്റേജ് 1 ഏതാണ്? നോൺ റെമ്മിന്റെ സ്റ്റേജ് 1ലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. എന്നിട്ട് വിൽ ബി സ്ലോലി പ്രോഗ്രസിംഗ് ടു സ്റ്റേജ് 2 നോൺ റെം ആൻഡ് ദെൻ ഇൻടു സ്ലോ വേവ് സ്ലീപ്പ്. സ്ലോ വേവ് സ്ലീപ്പ് എന്താണ്? സ്റ്റേജ് 3ലേക്കും 4ലേക്കുമാണ് നമ്മൾ പോകുന്നത്. ഇനി ആ സമയത്ത് എന്തെങ്കിലും ലൗഡ് നോയ്സോ അതുപോലെ എന്തെങ്കിലും ഇൻട്രൂഷൻസ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പ്രോഗ്രസ്സിനെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതായത് സ്റ്റേജ് 1, 2 പിന്നെ സ്ലോ സ്ലീപ്പിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ സ്റ്റിമുലൈ വന്നാൽ ഇത് ഇന്ററപ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് 1 മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേനും നമ്മൾ ഇപ്പം പറഞ്ഞു പ്രോഗ്രസ് ചെയ്ത് സ്റ്റേജ് 1ന്ന് പ്രോഗ്രസ് ചെയ്ത് നമ്മൾ സ്ലോ വേവ് സ്ലീപ്പിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ 1 അവർ കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും സ്റ്റേജ് 2ലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് നമ്മൾ റെമ്മിലേക്കായിരിക്കും പോകുന്നത്. സോ ആദ്യം സ്റ്റേജ് 1, സ്റ്റേജ് 2 സ്ലോ സ്ലീപ്പ്, പിന്നെ വിൽ ബി ഗോയിങ് ബാക്ക് ടു സ്റ്റേജ് 2 ആൻഡ് വിൽ ബി എൻറ്ററിങ് ദ റെം സ്ലീപ്പ്. ഓക്കെ. എന്നിട്ട് ഈ സീക്വൻസ് കുറേ നേരം ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2 സ്ലോ വേവ്, ദെൻ സ്റ്റേജ് 2, ദെൻ റെം. അപ്പോൾ ഓരോ സൈക്കിളും ഓൾമോസ്റ്റ് 90 മിനിറ്റ്സിൽ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അതായത് 1 ടു റെം വരെ 90 മിനിറ്റ്സുള്ള ഒരു റിഥമായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഏർലി ഇൻ നൈറ്റ് സ്ലോ വേവ് സ്ലീപ്പ് പ്രിഡോമിനേറ്റ്സ് ആസ് ടൈം പാസസ് റെം ഒക്യുപ്പൈസ് ഇൻക്രീസിങ് പെർസെൻറ്റേജ് ഓഫ് ദ ടൈം. അത് ഓർത്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറക്കത്തിൻ്റെ ആ ഒരു തുടക്കം സമയത്ത് ഉറങ്ങി തുടങ്ങി ഈ ഒരു സൈക്കിളിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ സ്ലോ വേവ് സ്ലീപ്പിന് നമ്മൾ ചെലവഴിക്കുന്ന സമയമായിരിക്കും ഏറ്റവും കൂടുതൽ. പക്ഷേ നമ്മൾ ഉറക്കം ഒക്കെ നന്നായിട്ടൊന്ന് ഉറങ്ങി നമ്മൾ എണീക്കാറാവുന്ന സമയത്തുള്ള ഈ സൈക്കിളിലെ റെം സ്ലീപ്പിനായിരിക്കും നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. നമുക്കത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണാം. അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ തന്നിരിക്കുന്ന യങ് അഡൾട്ടിൻ്റെയും താഴെ തന്നിരിക്കുന്നത് ഓൾഡർ അഡൾട്ടിൻ്റെയും സ്ലീപ്പ് പാറ്റേൺ ആണ്. ഓക്കെ. അപ്പം നമ്മൾ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു. യങ് അഡൾട്ടിലേക്ക് പോകാം നമുക്ക് ആദ്യമേ. അപ്പം ആദ്യം എന്താണ്? അവേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് എവിടെ പോകുമെന്ന് പറഞ്ഞു? സ്റ്റേജ് 1ലേക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേജ് 2ലേക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ സ്ലോ വേവ് സ്ലീപ്പിലേക്ക് പോകും. ദെൻ വി വിൽ ഗോ ബാക്ക് ടു സ്റ്റേജ് 2, ദെൻ വി വിൽ മൂവ് ടു റെം സ്ലീപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ഈ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബാൻഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ടൈം സ്പെൻഡ് ഇൻ ഈച്ച് ഓഫ് ദ സ്റ്റേജ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക. ഇപ്പോൾ പറഞ്ഞു നിർത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലീപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ സ്ലോ വേവ് സ്ലീപ്പിനായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാ ഇവിടെ നോക്കുക. ഇവിടെ എല്ലാം സ്ലോ സ്ലീപ്പാണ് എസ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോക്കുക, ഇവിടെ ആദ്യത്തെ സമയത്ത് റെമ്മിന്റെ ടൈമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ അത് കൂടി കൂടി വരുന്നുണ്ട് അല്ലേ? ഇവിടത്തേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരുന്നു ഈ സൈക്കിൾ എത്തിയപ്പോൾ. അതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ. പിന്നെ ഇവിടെ എണീക്കാറാവുമ്പോഴത്തേനും നമ്മുടെ സ്ലീപ്പ് തീർന്ന് നമ്മൾ അവേക്ക് ആവാറാവുമ്പോഴത്തേനും എന്താ സംഭവിക്കുക? റെമ്മിന്റെ എമൗണ്ട് ആ ഒരു ടൈമിന്റെ റേഞ്ച് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സ്ലീപ്പിന്റെ ഇനീഷ്യൽ ഭാഗത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്ലോ വേവിലുമാണ്. സ്ലീപ്പിന്റെ അവസാനം ആവുമ്പോഴത്തേനും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് റെമ്മിലും ആണെന്ന് ഓർക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യങ് അഡൾട്ടിനെ വിളിച്ചെണീപ്പിക്കാനാണ് ഓൾഡർ അഡൾട്ടിനെ വിളിച്ചെണീപ്പിക്കുന്നതിലും ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ഓൾഡർ അഡൾട്ട്സ് ഇതാ നോക്കുക, സ്ലോ സ്ലീപ്പിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. സ്ലോ വേവ് സ്ലീപ്പാണ് വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർ കുറവാണ്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ നാരോ ആയിട്ടുള്ളൊരു ബാൻഡാണ് അവരുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്. സ്ലോ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ നാരോ ബാൻഡാണ്. ഓക്കെ. അപ്പം ഇതാണ് 2 ഏജ് ഗ്രൂപ്പിലുള്ള അഡൾട്ട്സിന്റെ സ്ലീപ്പ് പാറ്റേണിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി സ്ലീപ്പിന്റെ സമയത്ത് ബ്രെയിനിന്റെ ആക്ടിവിറ്റി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
Sleep depends partially on decreased sensory input to cerebral cortex. Cerebral cortexിൽ ഒരു ഡിക്രീസ്ഡ് ആയിട്ടുള്ള സെൻസറി ഇൻപുട്ട് ആയിരിക്കും അപ്പോൾ എത്തുക സ്ലീപ്പിന്റെ സമയത്ത്. അപ്പം ആക്റ്റീവ് ന്യൂറോൺസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂഷ്വൽ റേറ്റിലായിരിക്കും ഫയർ ചെയ്യുന്നത് സ്ലീപ്പിന്റെ സമയത്ത്. സാധാരണ ഫയർ ചെയ്യുന്ന റേറ്റിലും കുറവായിരിക്കും അവരുടെ അപ്പോഴത്തെ സ്ലീപ്പിന്റെ ടൈമിലെ ഫയറിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആക്സോൺസ് ദാറ്റ് റിലീസ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബ ഇൻക്രീസ് ദെയർ ആക്ടിവിറ്റി. കാരണം ഗാബ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണല്ലോ. അതുകൊണ്ട് ഗാബയെ റിലീസ് ചെയ്യുന്നവരുടെ ആക്ടിവിറ്റി, ഗാബയെ റിലീസ് ചെയ്യുന്ന ആക്സോൺസിന്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഗാബ റിലീസ് ചെയ്ത് കഴിഞ്ഞാലോ അത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അത് പ്രിവെന്റ് ചെയ്യും. കാരണം അത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നെർവ് ഇമ്പൾസസ് കണ്ടക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പം ഗാബ പ്രൊഡ്യൂസ് ചെയ്താൽ കണ്ടക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇമ്പൾസസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറവായിരിക്കും. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന റേറ്റും വളരെ കുറവായിരിക്കും. കാരണം ഗാബ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. Then connections from one brain area to another brain area also become weaker. കാരണം എന്താ, അത് നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് കോറിലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഗാബ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ റേറ്റ് വളരെയധികം കുറയുന്നു അതുകൊണ്ട്. Then ordinarily all brain areas wake up or go to sleep at nearly same time but not always. ചിലപ്പോൾ ഈ പറയുന്ന ബ്രെയിൻ ഏരിയ, പല ബ്രെയിൻ ഏരിയാസും പല ഇൻഫർമേഷനാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ചിലത് എല്ലാ ഏരിയയും നോർമലി എല്ലാ ഏരിയയും ഒരുമിച്ചാണ് ഉറക്കത്തിലേക്ക് പോകുന്നതും ഒരുമിച്ചാണ് ഉറക്കത്തിൽ നിന്ന് തിരിച്ചു വരുന്നതും. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെയല്ല. ചില ബ്രെയിൻ ഏരിയാസ് ഉണരുമ്പോൾ ചിലത് ഓഫ് ആയിട്ടിരിക്കുകയായിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒക്കറൻസസ് നമ്മൾ കാണുന്നത് സ്ലീപ്പ് വാക്കിങ്ങിന്റെ സമയത്ത് കാണാറുണ്ട്. സ്ലീപ്പ് വാക്കിങ്ങിൽ എന്താണ് സംഭവിക്കുക, സ്ലീപ്പ് വാക്കിങ്ങിന് ബാക്കിയുള്ള ബ്രെയിൻ ഏരിയ എല്ലാം ഉറങ്ങുമായിരിക്കും. പക്ഷെ നമ്മുടെ നടക്കണം അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ എന്താ, മോട്ടോർ ആക്ടിവിറ്റി അല്ലേ. അപ്പം മോട്ടോർ ഏരിയ വേക്കപ്പ് വെയ്ക്ക് ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ബ്രെയിൻ ഏരിയ എല്ലാം അപ്പോഴും എന്ത് തന്നെയായിരിക്കും, ഉറക്കത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സ്ലീപ്പ് വാക്കിംഗ് പോസിബിൾ ആണ്. അപ്പം അങ്ങനത്തെ സ്ലീപ്പ് വാക്ക് ചെയ്യുന്ന ആളുകളുടെ EEG അല്ലെങ്കിൽ ഈ ബ്രെയിനിന്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ മോട്ടോർ ഏരിയ ആക്റ്റീവ് ആയിരിക്കും, ബാക്കിയുള്ള ഏരിയ എന്തായിരിക്കും, ഉറക്കത്തിൽ തന്നെ ആയിരിക്കും. സ്ലീപ്പ് വാക്കിങ്ങിന്റെ സയന്റിഫിക് ടേം ആണ് സോംനാംബുലിസം കേട്ടോ. ഇനി ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഇതേ കണ്ടീഷനാണ്. എല്ലാ ബ്രെയിൻ ഏരിയയും ഒരുമിച്ച് സ്ലീപ്പിലേക്ക് പോവുകയും ഒരുമിച്ച് ഉണരുകയും ചെയ്യാത്തൊരവസ്ഥയാണ് ലൂസിഡ് ഡ്രീമിൽ കാണുക. ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ നോസ് ദാറ്റ് ഹി ഈസ് അവേക്ക് ആൻഡ് ഓൾസോ ഹി ഈസ് ഡ്രീമിങ്. ഉണർന്നിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഡ്രീം ചെയ്യുകയാണ്. ഉറക്കത്തിൽ കിടക്കുകയാണ്, പക്ഷെ എന്നാലും അയാൾക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, ദാറ്റ് ഹി നോസ് ദാറ്റ് ഹി ഈസ് അവേക്ക് ആൻഡ് ഓൾസോ ഹി ഈസ് ഡ്രീമിങ്. അപ്പം നടക്കുന്ന ഡ്രീമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാനും പറ്റും. സോ അതിനെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വേക്കിംഗ് അപ്പ് ആൻഡ് ഫീലിംഗ് പാരലൈസ്ഡ്. അതായത് എണീക്കാൻ പറ്റും, അതായത് നമ്മൾ ഉറക്കം എണീറ്റു പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ബോധമുണ്ട്, പക്ഷെ നമുക്ക് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല, നമ്മൾ പാരലൈസ്ഡ് ആയി ഇരിക്കുകയാണെന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. ആ ഒരു അവസ്ഥയ്ക്കും കാരണം ഇത് തന്നെയാണ്. ചില ബ്രെയിൻ ഏരിയാസ് ആക്റ്റീവും ചില ബ്രെയിൻ ഏരിയാസ് ഇപ്പോഴും ഉറക്കത്തിലായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ കാരണമാണ് ഈ പറയുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാവുന്നത്. സ്ലീപ്പ് വാക്കിംഗ്, ലൂസിഡ് ഡ്രീമിംഗ് ആസ് വെൽ ആസ് വേക്കിംഗ് അപ്പ് ഫീലിംഗ് പാരലൈസ്ഡ്. ഇനി ബ്രെയിൻ ആക്ടിവിറ്റി REM സ്ലീപ്പിൽ എങ്ങനെയായിരിക്കും? ഡ്യൂറിങ് REM സ്ലീപ്പ് ആക്ടിവിറ്റി ഇൻക്രീസ് ഇൻ ദ പോൺസ് വിച്ച് ട്രിഗർ ഓൺസെറ്റ് ഓഫ് REM സ്ലീപ്പ് ആൻഡ് ദ ലിംബിക് സിസ്റ്റം. അപ്പോൾ ലിംബിക് സിസ്റ്റത്തിൻ്റെയും പോൺസ് എന്ന് പറയുന്ന റീജിയൻ്റെ ആക്ടിവിറ്റി REM സ്ലീപ്പിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുപോലെ ആക്ടിവിറ്റി പ്രൈമറി വിഷ്വൽ കോർട്ടെക്സിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. മോട്ടോർ കോർട്ടെക്സിൻ്റെ ആക്ടിവിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ ഡോർസോ ലാറ്ററൽ, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ 3 റീജിയൻസിൽ ആക്ടിവിറ്റി കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ 2 റീജിയൻസ്, അതായത് ലിംബിക് സിസ്റ്റവും പോൺസും, അവിടെ ആക്ടിവിറ്റി കൂടുതലുമായിരിക്കും. ദെൻ ആക്ടിവിറ്റി ഇൻക്രീസ് ഇൻ പാർട്സ് ഓഫ് parietal and temporal cortex. Then path of axon from the ventral medulla releasing GABA promotes REM sleep.
ഇനി നമുക്ക് സ്ലീപ്പിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലീപ്പ് കൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്. സ്ലീപ്പ് സെർവ് ആസ് എ പീരിയഡ് ഓഫ് ബോഡീസ് റെസ്റ്റ് ആൻഡ് മെറ്റബോളിക് റെസ്റ്റോറേഷൻ. അപ്പോൾ ബോഡി റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് വേസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും മെറ്റബോളിസത്തിലൂടെ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ റീസിന്തസൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സോ പൾസറ്റൈൽ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആൻഡ് ഗോണാഡോട്രോപ്പിൻസ് ഫ്രോം ദ പിറ്റ്യൂട്ടറി, നമ്മളത് പറഞ്ഞതാണ്. ആൻഡ് ഓൾസോ ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ആൻഡ് റെസ്പിറേഷൻ, അതായത് റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥയിലുമാണ്. ദെൻ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് സ്ലീപ്പ് ഇസ് നെസസറി ഫോർ സർട്ടൻ ഫോം ഓഫ് ലേണിംഗ്. ഞാൻ പറഞ്ഞു കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി എല്ലാം നടക്കുന്നത് എപ്പോഴാണ്? സ്ലീപ്പിന്റെ സമയത്താണ് ഈ പറയുന്ന ലേണിങ്ങും മെമ്മറിയൊക്കെ നമ്മളിൽ കൂടുതലായിട്ട് നടത്തുന്നത്. അപ്പോൾ ലേണിംഗ് സെഷൻ നമ്മൾ ഒരുപാട് പഠിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ പഠിച്ചതൊന്നും ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കില്ല. പക്ഷെ അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? നല്ല ഒരു സ്ലീപ്പ് നേടിക്കൊണ്ട് നമുക്ക് ആ പഠിച്ച കാര്യങ്ങളെല്ലാം അതേപോലെ റിക്കലക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അഡക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ടൈം കിട്ടണം. Then REM sleep is necessary for mental well-being and REM sleep plays important role in homeostatic mechanism. അതായത് ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം ഉണ്ടല്ലോ, അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ടായിരിക്കും, അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം നമ്മുടെ ബോഡി ഹീറ്റ് എന്ന് പറയുന്നത് 37 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ബ്ലഡ് ഷുഗറിന് ഒരു ലെവലുണ്ട്, ബ്ലഡ് pHന് ഒരു ലെവലുണ്ട്. ആ കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്ലീപ്പിന്റെ സിഗ്നിഫിക്കൻസ്. നമുക്ക് നമ്മുടെ ബോഡിക്ക് സ്ലീപ്പ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നൗ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഉറക്കത്തിൽ സംഭവിക്കുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ഇൻസോംനിയ ആണ്. ഇൻസോംനിയ എന്താ? ഉറക്കമില്ലായ്മയാണ് ഇൻസോംനിയ എന്ന് വിളിക്കുന്നത്. സോ റെഫേഴ്സ് ടു ഇൻഎബിലിറ്റി ടു ഹാവ് സഫീഷ്യൻറ്റ് ഓർ റെസ്റ്റ്ഫുൾ സ്ലീപ്പ് ഡിസ്പൈറ്റ് ആൻ അഡക്വേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്ലീപ്പ്. അപ്പോൾ ഉറങ്ങാൻ സമയം ഉണ്ടായിട്ടും അഡക്വേറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ത് വിളിക്കുക? ഇൻസോംനിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് വെച്ചിട്ട് നമുക്കത് റെമഡി ആയിട്ട് ഉപയോഗിക്കാം. ബെൻസോഡയസെപ്പീൻസ് പോലുള്ള ഡ്രഗ്സ് ആണ് സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തൊരു കണ്ടീഷനാണ് ഫേറ്റൽ ഫെമീലിയൽ ഇൻസോംനിയ. ഇതൊരു സീരിയസ് ഡിസോർഡർ ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? വേഴ്സണിങ് ഇൻസോംനിയ ആണ്. അതായത് ഉറക്കമില്ലായ്മ ഇങ്ങനെ കൂടി വളരെ മോശം അവസ്ഥയിലേക്ക് എത്തുന്നു. ഇംപയർഡ് ഓട്ടോണോമിക് ആൻഡ് മോട്ടോർ ഫങ്ഷൻസ്, ഡിമെൻഷ്യ ആൻഡ് ഇവൻച്വലി ഡെത്ത്. ഡിമെൻഷ്യ എന്താണ്? ഓർമ്മക്കുറവാണ്. ആൻഡ് എന്താണ്? അവസാനം ഇത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ്. അത് കൂടി വരും. അതായത് ഈ ഇൻസോംനിയ കൂടി ഫേറ്റൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രോഗ്രസീവ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഡിസോർഡർ ആണ് നാർക്കോലെപ്സി. നാർക്കോലെപ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ എന്താ പറയുക, ഉറക്കം നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം എന്താണ്? ഉറക്കത്തിലേക്ക് ഫോൾ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനാണ് നാർക്കോലെപ്സി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു പാറ്റേണിന്റെ കാര്യം പറഞ്ഞു. സ്ലീപ്പിന് നമുക്ക് സ്ലീപ്പ് സൈക്കിളിന് ഒരു പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ഉറങ്ങാൻ കിടക്കുന്നു, സ്റ്റേജ് 1ലേക്ക് പോകുന്നു, 2ലേക്ക് പോകുന്നു, സ്ലോ സ്ലീപ്പിലേക്ക് പോകുന്നു, വീണ്ടും 2ലേക്ക് പോകുന്നു, റെമ്മിലേക്ക് പോകുന്നു. അങ്ങനെയാണല്ലോ റെമ്മിൽ എത്തുന്നത്. പക്ഷേ നാർക്കോലെപ്സിയുടെ കാര്യത്തിൽ റെം സ്ലീപ്പിലേക്ക് നേരെ എൻട്രി ചെയ്യുവാണ്. വേക്കിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാൾ നേരെ എൻട്രി ചെയ്യുന്നത് റെം സ്ലീപ്പിലേക്കായിരിക്കും. ഇനി ഈ നാർക്കോലെപ്സി പുറത്ത് എക്സിബിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല രൂപങ്ങളിലാണ്. ഒന്ന് എപ്പിസോഡ്സ് ഓഫ് സഡൻ സ്ലീപ്പ്. വെറുതെ ആക്റ്റീവ് ആയിട്ടിരുന്ന എന്താ പറയുക, ഇപ്പം നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവുക. അതൊക്കെയാണ് അങ്ങനത്തെ ഒരു രീതിയിൽ നാർക്കോലെപ്സിക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അടുത്തത് കാറ്റപ്ലക്സി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൽ ഇൻഡിവിജ്വൽ സഡൻലി ബിക്കംസ് പാരലൈസ്ഡ്, ഫോൾസ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ഈസ് അൺഏബിൾ ടു മൂവ്. അത്ര വീണ് എന്താ പറയുക, ബോധം കെട്ട് ഫെയിൻറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങിപ്പോവുക. അടുത്തത് ഡ്രീം ലൈക്ക് സ്റ്റേറ്റ് ഡ്യൂറിങ് വേക്ക്ഫുൾനെസ്. അതായത് വേക്ക്ഫുൾ ആണ്, അതുപോലെ പക്ഷെ ആ സമയത്ത് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജിലായിരിക്കും ആളുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലും നാർക്കോലെപ്സി എന്ത് ചെയ്യാം? മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത ഡിസോർഡർ ആണ് സ്ലീപ്പ് വാക്കിംഗ് സോംനാംബുലിസം. നേരത്തെ പറഞ്ഞല്ലോ, പല റീജിയൻസും വെയ്ക്ക് ചെയ്യുന്നതും സ്ലീപ്പിലേക്ക് പോകുന്നു. ബ്രെയിൻ റീജിയൻസ് ഉറങ്ങുന്നതും എണീക്കുന്നതും ഡീസിൻക്രണൈസ്ഡ് ആവുമ്പോഴാണ് സ്ലീപ്പ് വാക്കിംഗ് പോലുള്ള കണ്ടീഷൻ റിസൾട്ട് ചെയ്യുന്നത്. ചിലപ്പം സെവറൽ മിനിറ്റ്സിലേക്കായിരിക്കും ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യുക? അവരുടെ കണ്ണ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ എന്താ പറയുക, മുന്നിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ അവോയ്ഡ് ചെയ്യും. പക്ഷെ അവരെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അവർക്കത് റീകോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും നേരം നടന്നു വന്നതും അങ്ങനെയൊന്നും അവർക്ക് റീകോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എല്ലാവരും കാണുന്നുണ്ട്.
ദെൻ അടുത്തത് ബെഡ് വെറ്റിംഗ് ആണ്. അതിനെ നോക്ടേണൽ എന്യൂറിസിസ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഇൻവോളണ്ടറി വോയിഡിങ് ഓഫ് യൂറിൻ ഒക്കേഴ്സ് ഇൻ സം ചിൽഡ്രൻ ഡ്യൂറിങ് സ്ലോ വേവ് സ്ലീപ്പ്. സ്ലോ വേവ് സ്ലീപ്പിലാണ് ഈ പറയുന്ന ബെഡ് വെറ്റിംഗ് ഒക്കർ ചെയ്യുന്നത്. അടുത്തത് നൈറ്റ് മെയർസ് ആണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ആണ് പാവർ നോക്ടേണസ് ഓർ എപ്പിസോഡ്സ് ഓഫ് നൈറ്റ് ടെറർ. ഈ സമയത്ത് എന്താണ് സംഭവിക്കുക? നൈറ്റ് മെയർ ഒക്കേഴ്സ് ഇൻ സ്ലോ വേവ് സ്ലീപ്പ് കണ്ടീഷനിലാണ് നടക്കുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ വേക്സ് അപ്പ് സ്ക്രീമിംഗ് ആൻഡ് അപ്പിയേഴ്സ് ടെറിഫൈഡ്. ഓക്കെ, സ്ലോ വേവ് സ്ലീപ്പിന്റെ സമയത്താണ് നൈറ്റ് മെയർസ് കാണുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ എന്താണ് കരഞ്ഞു വിളിച്ച് അങ്ങനെ ടെറിഫൈഡ് ആയിട്ടായിരിക്കും ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. പക്ഷേ അക്യൂട്ട് ആങ്സൈറ്റി പോലുള്ള സിംറ്റംസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അയാൾക്ക് റിക്കോൾ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ കരഞ്ഞത്, അങ്ങനെ എന്തിനാണ് ഇപ്പം പേടിച്ചത്, അങ്ങനെയൊന്നും അയാൾക്ക് റീകോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ടെറിഫൈങ് ഡ്രീംസ് ഇനി റെം സ്ലീപ്പിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ അത് ഗ്രാഫിക്കലി നമുക്ക് അവിടെ എന്തൊക്കെയാണ് നടന്നത് നമ്മൾ കണ്ട ഡ്രീം നമുക്ക് റീകോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റെം സ്ലീപ്പിൽ കണ്ട നൈറ്റ് മെയർസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ സ്ലോ വേവ് സ്ലീപ്പ്, വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലെ നൈറ്റ് മെയർസോ ഡ്രീംസോ എന്താണെങ്കിലും നമുക്ക് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ റീകോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് സ്ലീപ്പ്.